education. Yes, നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ എന്താ പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. യെസ്, നമുക്കറിയാം നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജെനറ്റിക് മെറ്റീരിയൽ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയുള്ള ക്യാരക്ടേഴ്സ് ആണുള്ളത്. നമ്മുടെ ഹെയർ കളർ, നമ്മുടെ ഹൈറ്റ്, ദെൻ ഐ കളർ ഒക്കെ എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെയാണോ? അല്ലല്ലോ, എല്ലാവർക്കും ഡിഫറെന്റ് ആയുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സോ ഇതെങ്ങനെയാണ് വൺ പാരന്റിലെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫാക്ടർ ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. ജെനറ്റിക് മെറ്റീരിയൽ, അപ്പൊ ഒരു ഹ്യൂമൻ ബീയിന്റെ കേസിലൊക്കെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. ആരാണ്? DNA. ഓക്കെ, DNA മാത്രമല്ല RNAയും ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കേസിലും മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിന്റെ കേസിലും DNA ആണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ DNA എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. യെസ്, DNA ഉണ്ടാവുന്നത് എവിടെയാണ് മക്കളെ? സെല്ലിനകത്താണ്. അപ്പൊ നമുക്കറിയാലേ, ഹ്യൂമൻ ബീങ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ എല്ലാവരും മേഡപ്പ് ഓഫ് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസ് അല്ലെ. അപ്പം ഈ ഓരോ സെല്ലിനകത്തും ഒരു കൺട്രോൾ സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. സോ ആ ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ ഈ ഒരു ജെനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. സോ ജെനറ്റിക് മെറ്റീരിയൽ കാണുന്നത് എങ്ങനെയാണ്? ആസ് എ ക്രോമസോംസ് ആയിട്ടാണ്. മനസ്സിലായോ? ക്രോമസോംസ് ആയിട്ട്, അതായത് ഒരു ഡിവിഷൻ ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ക്രോമസോംസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസിൽ ഈ ഒരു ജെനറ്റിക് മെറ്റീരിയൽ കാണാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക DNA. ഓക്കെ, ജെനറ്റിക് മെറ്റീരിയൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? DNA സ്ട്രക്ചർ പഠിക്കണ്ടേ? യെസ്, DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളാണ്. എന്താണ്? ന്യൂക്ലിയോടൈഡുകൾ. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് ആണോ? അല്ല, ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് DNA ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വിളിക്കാം? പോളിന്യൂക്ലിയോടൈഡ്. എന്താണ്? പോളിന്യൂക്ലിയോടൈഡ്. ഓക്കെ, പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇതാണ് മക്കളെ ഒരു ന്യൂക്ലിയോടൈഡ്. ഇതാണ് അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇതാണ് അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇതാണ് അടുത്ത. അപ്പൊ ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് മെയിൻ ആയിട്ട് 3 യൂണിറ്റുകളാണ്. ഒരു നൈട്രജൻ ബേസ് കാണാൻ വേണ്ടി പറ്റും, നോട്ട് ചെയ്യാ, ചോദിക്കുന്നതാണ്. നൈട്രജൻ ബേസ് കാണാം. ഒരു റൈബോസ് അല്ലെ, ഡിയോക്സി റൈബോ ഷുഗർ മോളിക്യൂൾസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ ഫോസ്ഫേറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഈ 3 യൂണിറ്റുകൾ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഇതാണ് നൈട്രജൻ ബേസ്, ഇതാണ് ഷുഗർ മോളിക്യൂൾസ്, ഇതാണ് ഫോസ്ഫേറ്റ് അല്ലെ. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ്. ഇതാണതോ ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പം ഇതെന്താണ്? ഒരു നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. ഓരോ യൂണിറ്റിലും ഈ പറഞ്ഞ 3 ആളുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ DNA കേസിൽ മെയിൻ ആയിട്ട് കാണുന്ന 4 നൈട്രജൻ ബേസുകളാണ്. ഓർത്തിരിക്കുക, അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ATGC എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഓരോ ന്യൂക്ലിയോടൈഡ് അല്ലെ. ഈ ഒരു സ്റ്റാൻഡിൽ ഏതാണ്? ഗ്വാനിൻ ആണ്, ഇവിടെ അഡെനിൻ ആണ്, സൈറ്റോസിൻ ആണ്, ആൻഡ് അഡെനിൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് കണ്ടോ ഷുഗർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. DNA കേസിലുള്ള ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആയിരിക്കും. ഓക്കെ, ഇവരിങ്ങനെ ഓരോ സ്ട്രാൻഡുകളായിട്ട് അല്ലെ. നമുക്ക് DNA എന്താ? ഡബിൾ ഹെലിക്സ് എന്നാണ് പറയുന്നത്. എന്താണ്? ഡബിൾ ഹെലിക്സ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും 2 ഹെലിക്സ്. ഇതാണ് ഒരു ഹെലിക്സ്, ഇതാണ് 2 ഹെലിക്സ്. അപ്പൊ 2 ഹെലിക്സും ഇതെന്താണ്? ഓരോ ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ദ പോളിന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ഇതാണ് ഒരു ഹെലിക്സ്, ഇത് രണ്ടാമത്തെ ഹെലിക്സ് ആണ്. അപ്പൊ ഇതിവിടെ എന്താണ്? ഓരോരോ സ്റ്റെപ്പുകൾ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനാണ് റങ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് എ നൈട്രജൻ. അതായത് ഇതിന്റെ ഓരോ സ്റ്റെപ്പ് പടി അല്ലെ, നമ്മൾ എന്താ കോണിയുടെ പടി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പിനെയാണ് റങ്സ് എന്ന് പറയുന്നത്. ഫൈൻ, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ന്യൂക്ലിയോടൈഡ് എന്താണ്? നൈട്രജൻ ബേസ്, ഡിയോക്സി ആൻഡ് ഫോസ്ഫേറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു DNA മാത്രമല്ല ജെനറ്റിക് മെറ്റീരിയൽ, RNAയും ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന്. സോ RNAന്റെ പ്രത്യേകത നോക്കാം. RNA എന്ന് പറയുന്നത് യൂഷ്വലി സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNA എന്തായിരുന്നു? ഡബിൾ സ്ട്രാൻഡഡ് ആയിരുന്നു. ഓക്കെ, ദെൻ അവിടെ ഏതാണ് നമ്മൾ പറഞ്ഞല്ലേ, ഷുഗർ മോളിക്യൂൾസ് ഏതായിരുന്നു? ഡിയോക്സി റൈബോസ് ആണ് പറഞ്ഞത്.
RNA കേസിൽ ഏതാണ്? റൈബോ ഷുഗർ ആണ് കാണപ്പെടുക. Then നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസിനെയാണ് കാണാൻ വേണ്ടി പറ്റുക. നോട്ട് ചെയ്യുക, യുറാസിൽ ആണ് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ഫൈൻ. ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ അല്ലെ, ഇവിടെ നമുക്ക് ആരെ കാണാൻ പറ്റുന്നില്ല? തൈമിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല, യുറാസിലാണ് കാണാൻ വേണ്ടി പറ്റുക. യൂഷ്വലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, മറ്റേ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് ആലോചിക്കുക. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് DNA ആണ്. കാരണം എന്താ? 2 ഹെലിക്സ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് DNAയും RNAയും ഡിഫറൻസിയേഷൻ ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ, ഈ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയുള്ള DNA എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കും അല്ലെ. എങ്ങനെയാണ്? ക്രോമസോംസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു. യെസ്, അങ്ങനെ ക്രോമസോംസ് ആയിട്ട് നമുക്കൊരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുക അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സമയത്ത് മാത്രമാണ്, ഡ്യൂറിങ് ദ ഡിവിഷൻ ഫേസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസിലാണ് നമുക്ക് എന്തായിട്ട് കാണാൻ വേണ്ടി പറ്റുക? ക്രോമസോംസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടോ, ക്രോമസോംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആവുന്ന ആ ഒരു ഫേസിലാണ്. ഓക്കെ, എല്ലാത്ത സമയത്തും ഉണ്ടല്ലോ, എപ്പോഴും ഡിവൈഡ് ചെയ്തത് സീറ്റിലാണോ ഉണ്ടാവുക? അല്ല, സെല്ല് അതോ ഫേസിൽ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്താ വിളിച്ചേ? ഇന്റർഫേസ് എന്നാണ് വിളിക്കുക അല്ലെ. അതായത് 2 ഡിവിഷന് ഇടയിലുള്ള ഫേസ് ആണ് ഇന്റർഫേസ്. സോ ആ ഇന്റർഫേസിൽ നമുക്ക് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ നമുക്ക് ക്രോമാറ്റിൻ ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. എന്താണ്? ക്രോമാറ്റിൻ ആയിട്ട്. കണ്ടോ, ഇങ്ങനെ ചുറ്റുപണഞ്ഞ് പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്താ ഷേപ്പിൽ ഒന്നുമല്ല, അതൊരു ത്രെഡ് ലൈക്ക് ആയിട്ട് മോസ്റ്റ് ഓഫ് ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. അതിനാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ ഇന്റർഫേസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. സോ ഹൗ ദേ അറേഞ്ച്ഡ്. ഫൈൻ, അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ രണ്ടും എന്താണ്? സെയിം ആയിട്ടുള്ള DNA ആണ്, ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് നോക്കണ്ടേ എങ്ങനെയാണ് ഇവർ ക്രോമസോംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ക്രോമാറ്റിൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, മെയ്ഡപ്പ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ്സ് എന്നൊക്കെ അല്ലെ. സോ കണ്ടോ, ഡബിൾ ഹെലിക്സ് ആണ്, DNAs ഉണ്ട്, പോളിന്യൂക്ലിയോടൈഡുകൾ അല്ലെ. ഇവിടെ ഓരോ ന്യൂക്ലിയോടൈഡ് യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഇവരെങ്ങനെയാണ് ഈ ക്രോമസോംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവരെന്ത് ചെയ്യണം? ഇങ്ങനെ ചുറ്റുപണ അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് എന്താണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ഈ രീതിയിലുള്ള ക്രോമസോംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന പ്രോട്ടീൻസുകൾ ഉണ്ട്. സോ ആ പ്രോട്ടീൻസിന്റെ മേലെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യാന്ന് ചുറ്റി വരഞ്ഞിട്ട് എന്ത് ചെയ്യും? മാക്സിമം കണ്ടൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണപ്പെടുന്ന ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് ഇവർ പെടുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന പ്രോട്ടീനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവര് ചുറ്റി വരിയുന്നുണ്ട്. അങ്ങനെ വരിഞ്ഞാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ട്രക്ചർ, ഈ ക്രോമസോം എന്ന് പറയുന്ന ആംസുകളുള്ള ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. ഇങ്ങനെ നമുക്കല്ലേ ഹ്യൂമൻ ബീങ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും? 46 ക്രോമസോംസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ 46 ക്രോമസോമില് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയുള്ള ക്യാരക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. എന്താ മക്കളെ? ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇതെന്താണ്? നമ്മുടെ ഒരു ക്രോമസോംസ് അല്ലെ. സോ ആ ഒരു ക്രോമസോമിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ വിച്ച് അത് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ആയുള്ള ക്യാരക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ജീൻ എന്ന് പറയുക. അപ്പൊ ഇതെന്താണ്? ബേസിക്കലി ഇതൊരു ജീനാണ്, ഇത് വേറൊരു ജീനാ അല്ലെ. സോ അതിന് നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് ബേസിക്കലി ഡബിൾ ഹെലിക്സ് ആയുള്ള DNA തന്നെയാണ്. ഇവർ കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണോ? യെസ്, ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ട് ജീൻ എന്താണ് എന്നുള്ളതും നമ്മുടെ ക്രോമസോമും ക്രോമാറ്റിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, സെല്ലിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അറേഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നമുക്ക് നോക്കാം, നമ്മൾ എന്ത് ചെയ്തു? ജനറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. സോ ഇനി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആ ഒരു പോർഷൻ ആണ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ്. നമുക്കറിയാം നമ്മുടെ ക്യാരക്ടറിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള DNA ആണ്. മനസ്സിലായോ? ഇതെന്താണ്? ഒരു സെല്ലാണ്. ഇത് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസിന്റെ ഒരു പോർഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അഥവാ ന്യൂക്ലിയർ മെമ്പറൈൻ. സോ അതിന്റെ അകത്ത് ആരുണ്ട് മക്കളെ? യെസ്, നമ്മുടെ ഡബിൾ ഹെലിക്സൽ DNA ഉണ്ട് അല്ലെ.
ഈ ഡബിൾ ഹെലിക്കൽ DNA-ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. DNA-ക്ക് ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ വിട്ട് പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. പക്ഷെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സും ഇൻഫോർമേഷനും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവര് നേരെ എന്ത് ചെയ്യും? യെസ്, ഇവർ അതേ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ DNA-ന്റെ സെയിം കോപ്പീസിനെയാണ് നമ്മൾ mRNA എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഡബിൾ ഹെലിക്കൽ DNA ആണ്. ഇവിടുന്ന് എന്തുണ്ട്? ഇവർ അതേ സെയിം കോപ്പീസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് mRNA എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോപ്പിയിങ് ഓഫ് എ DNA, അതാണ് നമ്മുടെ mRNA എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഈ mRNA-ക്ക് എന്ത് ചെയ്യാം? പെർട്ടിക്കുലർ ആയുള്ള ആക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മുടെ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ കടന്നു വരാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ എന്ത് ചെയ്യുന്നു? mRNA ന്യൂക്ലിയർ മെംബ്രെയിൻ കടന്നിട്ട് സെല്ലിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ല്, ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിന്റെ ഈ ഒരു ഫ്ലൂയിഡ് ആയുള്ള പാർട്ടിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഈ ഒരു സൈറ്റോപ്ലാസത്തിലേക്ക് എന്തെത്തും? ഈ പറയുന്ന mRNA എത്തുന്നു. ഓക്കെ, mRNA എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് മക്കളെ? യെസ്, ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇന്നത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇൻഫോർമേഷൻ ആണ് ഇവരെടുത്തുള്ളത്. ഓക്കെ, യെസ്, ആ ഒരു ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഒരുപാട് പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോട്ടീൻസ് ആണ് ഇന്നൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ പോർഷനിൽ പോയി ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തരുന്നത്. അപ്പൊ ആരാണ്? പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? പ്രോട്ടീൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? mRNA ആണ്. സോ mRNA ഉണ്ടായിട്ടുള്ളത് DNA-യിൽ നിന്നാണ്. ഓക്കെ, ഇവർക്കുള്ള ആ ഒരു ഇൻഫോർമേഷന്റെ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ഒരുപാട് അമിനോ ആസിഡുകൾ അല്ലെ. സോ ഇവിടെ എന്ത് ചെയ്യും? ഒരുപാട് അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്ത് പ്രോട്ടീൻസ് ആക്കി മാറ്റുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോട്ടീൻസിന്റെ സബ് യൂണിറ്റ് ആണ് എന്ത്? അമിനോ ആസിഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യെസ്, ഓരോ അമിനോ ആസിഡിന് നമ്മൾ tRNA എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. സോ ഓരോ അമിനോ ആസിഡ് ആയിട്ടും വരും. സോ അങ്ങനെ ഓരോ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവും. സോ ബേസിക്കലി പ്രോട്ടീൻസ് ആണ് എല്ലാ സ്ഥലത്തും പോയി ആക്ട് ചെയ്യുന്നതും ക്യാരക്ടേഴ്സും ബാക്കി എല്ലാ ഫങ്ഷൻസും നിർവഹിക്കുന്നത് ആരാണ്? പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? പ്രോട്ടീൻസ് ഉണ്ടാക്കുക. സോ ഇങ്ങനെ പ്രോട്ടീൻസ് അല്ലെ, mRNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കുന്ന പ്രോസസ് ആണ്. അതായത് ട്രാൻസ്ലേഷൻ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അല്ലെ. യെസ്, mRNA. പിന്നെ ഇവിടെ കണ്ടോ tRNA എന്ന് പറയുന്ന ടൈപ്പ്. പിന്നെ ആരാണ്? rRNA. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് RNAs ആണുള്ളത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. mRNA, tRNA, rRNA. ഫിഗേഴ്സും ഓർത്തിരിക്കണം, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? DNA ന്ന് ആ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ കോപ്പി ചെയ്തിട്ടുള്ള ആളാല്ലേ. സോ ആ ഒരു ഇതാണ് mRNA. tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ലക്ഷ്യം എന്താണ്? പ്രോട്ടീൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ് tRNA. ഇതിന്റെ ഫുൾ ഫോം ആണ് ട്രാൻസ്ഫർ RNA എന്നുള്ള, ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, യെസ്. അടുത്തത് ആരുണ്ട്? rRNA. rRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസോമൽ RNA എന്നുള്ളതാണ്. അതായത് that is the primary component of a ribosome help in the formation of a protein. അതായത് ഈ പ്രോട്ടീൻ സിന്തസിസിൽ മെയിൻ ആയിട്ട് അവരല്ലേ എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് rRNA എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് RNAs നോട്ട് ചെയ്യാം. ഫൈൻ, യെസ്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഹ്യൂമൻ ക്രോമസോമുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലേ, ക്രോമസോംസ് ആയിട്ടാണ് നമ്മുടെ സെല്ലിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. ആസ് എ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? 46 ആയിട്ടുള്ള ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അതായത് 44 പ്ലസ് എക്സ് എന്ന് പറയുന്ന കണ്ടീഷനോ അല്ലെങ്കിൽ 44 പ്ലസ് XY എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, യെസ്. 44 പ്ലസ് എന്താണ്? 2 എക്സ് ക്രോമസോംസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവര് ഫീമെയിൽ ആയിരിക്കും. ആൻഡ് 44 പ്ലസ് XY ആണെന്നുണ്ടെങ്കിൽ അല്ലെ, Y ക്രോമസോം വന്ന പിന്നെ ഒന്നും നോക്കണ്ട, അവരാരായിരിക്കും? മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ഫൈൻ, യെസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക 2 ടൈപ്പ് ആയിട്ടല്ലേ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ നമ്മളെ 44 ക്രോമസോമിനെ നമ്മൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, ദാറ്റ് ഈസ് ദ ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ്. ഓക്കെ, എന്താണ്? സൊമാറ്റിക് ക്രോമസോം. ഈ സൊമാറ്റിക് ക്രോമസോം അഥവാ ഈ ഒരു ഈ 44 എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ആണ് നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സൊമാറ്റിക് ക്യാരക്ടേഴ്സ് കണ്ടോ? ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, എക്സും വൈയും എന്തിനാണ്?
യെസ്, സെക്സ് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇവിടെ Y വന്നതുകൊണ്ടാണ് മെയിൽ വന്നത്, 2 X ക്രോമസോം വന്നതുകൊണ്ടാണ് ഫീമെയിൽ. അപ്പൊ നമ്മുടെ സെക്ഷൽ ഐഡന്റിറ്റി തീരുമാനിക്കുന്നതാണ് ഈ ക്രോമസോം. അവരെ നമ്മൾ സെക്സ് ക്രോമസോം എന്ന് പറയും. ഈ ഒരു ടൈപ്പ് എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. നമ്മുടെ കൺട്രോൾ ക്യാരക്ടർ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെ, ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് സൊമാറ്റിക് ക്രോമസോം. ഫൈൻ. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്രോമസോംസ് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും വരണം ആ ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, നമുക്കറിയാം അല്ലെ, നമ്മുടെ പാരന്റ്സിനുള്ള ചില ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ചില ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ നമുക്ക് എന്താ ഹെയർ കളർ പാരന്റ്സിന്റെ അതേ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എന്താ, ഒരുപാട് സിമിലാരിറ്റീസും കാണുന്നുണ്ട്, ഡിഫറൻസസും കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ വന്നത് എന്നുള്ളത് പഠിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറഞ്ഞ. അപ്പൊ അദ്ദേഹം എക്സ്പെരിമെന്റ്സ് നടത്തിയതൊക്കെ പീ പ്ലാന്റിലാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇദ്ദേഹം പീ പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ്സ് നടത്തിയത്. നമുക്ക് പീ പ്ലാന്റിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. പക്ഷെ ഇതിന്റെ ബേസിക്സ് ഇതാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മെൻഡലിന്റെതാണ്. അപ്പൊ മെൻഡൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്തത്. ഒന്നല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്, മോണോ ഹൈബ്രിഡ് ആയിട്ടുള്ള ക്രോസും അതേപോലെ തന്നെ ഡൈ ഹൈബ്രിഡ്. അപ്പൊ മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം, മോണോ അല്ലെ, മോണോ ചെന്നാൽ സിംഗിൾ എന്നല്ലേ. അപ്പൊ ഒരു ക്യാരക്ടർ ആണ് ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്താണ്, ടോൾ ഡോർഫ് എന്നുള്ളതാണ്. ടോൾ ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് പ്ലാന്റ് ഹൈറ്റ്. അപ്പൊ പ്ലാന്റ് ഹൈറ്റിൽ എന്തൊക്കെയാ എടുത്തത്, ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഡോർഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എടുത്തിട്ടുള്ളത് ഒരു ക്യാരക്ടർ ആണ്, ദാറ്റ് ഈസ് ദ പ്ലാന്റ് ഹൈറ്റ്. അപ്പൊ അത് തന്നെ എന്താണ്, കോൺട്രാസ്റ്റിംഗ് ആയുള്ള വെറൈറ്റീസ് ആണ് എടുത്തത്, ടോളും ഡോർഫും. ഓക്കെ, അപ്പൊ ഇവിടെ ടോളും ഡോർഫും ആയിട്ടുള്ള ഒരു പീ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് പിന്നെ കിട്ടുന്ന ജനറേഷൻ നോക്കിയപ്പോ എന്താണ്, യെസ്, ഏത് പ്ലാന്റ് കിട്ടിയേ, ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അല്ലെ, ടോൾ ആയിട്ടുള്ള പ്ലാന്റ്. പക്ഷെ നമ്മൾ ഡോർഫുമായിട്ടാണ് ക്രോസ് ചെയ്തതെങ്കിലും ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കിട്ടിയത്. ഓക്കെ, യെസ്. അപ്പം ഈ കിട്ടിയ അല്ലെങ്കിൽ ആദ്യം 2 അല്ലെ പാരന്റ്സിനെ എടുത്ത് ക്രോസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ജനറേഷൻ ആണ് നമ്മൾ F1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം F1 കിട്ടി. സോ ഈ F1ൽ എന്താണോ പ്ലാന്റ് കിട്ടിയത് ആ പ്ലാന്റിനെ വീണ്ടും ക്രോസ് അല്ലെങ്കിൽ സെയിം പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ F2 ജനറേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ടോൾ ആല കിട്ടിയ, സോ ആ ഒരു ടോളിനെയും അതേപോലെയുള്ള ടോളിനെയും കൂടെ നമ്മൾ ക്രോസ് ചെയ്യുക. ഇതിനെ നമ്മൾ സെൽഫിങ് എന്നാ പറയാ. സെൽഫ് അല്ലെ, സെയിം സാധനമായിട്ടാ ക്രോസ് ചെയ്യുന്നത്. സോ സെൽഫിങ് ചെയ്യുന്നു. സോ സെൽഫ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ F2 ജനറേഷൻ എന്നാണ് പറയുന്നതാണ്, F2 ജനറേഷൻ. അപ്പൊ ഇതാണ് F1. അങ്ങനെ F2 സെൽഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ആരാണ്, യെസ്, 787 ടോൾ പ്ലാന്റും 277 ഡോർഫ് പ്ലാന്റുകളുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാ മക്കളെ, യെസ്, ദാറ്റ് ഈസ് ദ ടോളും കിട്ടിയിട്ടുണ്ട്, ഡോർഫും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താ, ഫസ്റ്റ് ജനറേഷനിൽ ടോളേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അടുത്ത ജനറേഷനിലെ F2 ആയപ്പോഴും ഇവിടെ കിട്ടാത്തൊരു ക്യാരക്ടർ എന്ത് ചെയ്തു, വീണ്ടും വന്നു. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പഠിച്ചു. അപ്പൊ പഠിച്ചപ്പോ എന്ത് ചെയ്തു, അദ്ദേഹം ഇതിനെല്ലാം ഓരോ റെപ്രസെന്റേഷൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ ജീനോടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എടുത്തിട്ടുള്ളത് ടോൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ക്യാരക്ടർ, ഇത് നോട്ട് ചെയ്യണേ, ഒരു ക്യാരക്ടറിന് എന്ത് ചെയ്യും, യെസ്, 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് നമ്മൾ 2 ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ T. ഓക്കെ, ഇവിടെ അടുത്ത ക്യാരക്ടർ എന്തായിരുന്നു, ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെ. യെസ്, ആ ഒരു ക്യാരക്ടറിന് നമ്മൾ 2 ലെറ്റർ ആണ് എടുക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ, ക്യാപിറ്റൽ T എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്മോൾ ലെറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. സോ സ്മോൾ ടി, സ്മോൾ ടി. ഓക്കെ, നമ്മുടെ മെന്റലും ഇതുപോലെയാണ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യണം, നമുക്കറിയാലേ അടുത്ത ജനറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2 ഗ്യാമേറ്റുകൾ തമ്മിലല്ലേ ഫ്യൂസ് ചെയ്യുക. അപ്പം ഇവിടെ എന്തുണ്ടാവുന്നു, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു. സോ ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ എന്താ, ഇവിടെ ആകലെ ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ടൈപ്പ് അല്ലേ. അപ്പം ഇതിന്ന് ഒരേ, അതായത് ഒരു ടൈപ്പേ നമുക്ക്, അല്ലെങ്കിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പേ വരാനുള്ളൂ, രണ്ടും സെയിം ആണ്. ഓക്കെ,
അപ്പൊ നമ്മളിവിടെ ഗാമേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഇവിടെ കണ്ടോ സ്മോൾ ടി അല്ലേ? അപ്പൊ ഇവിടുന്ന് വരുന്ന പോസിബിലിറ്റി ആകെ ഒന്നല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്മോൾ ടി. കാരണം രണ്ടും സെയിം ടൈപ്പ് ആണ്. സോ സ്മോൾ ടി. ഫൈൻ. അപ്പൊ ഇവിടുത്തെ ഗാമേറ്റ് ക്യാപിറ്റൽ ടിയും ഇവിടെ സ്മോൾ ടിയും ആണ്. ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്താൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ F1 എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇദ്ദേഹം ഫീനോടിപ്പിക്കലി എക്സ്പ്രസ് ചെയ്തത് എന്ത് ചെയ്യാണ്? യെസ്, ലെറ്റേഴ്സ് വെച്ച് എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടോൾ ആലെ കിട്ടിയത്? യെസ്, ഫസ്റ്റ് ജനറേഷൻ അദ്ദേഹത്തിന് കിട്ടിയതും ടോൾ ആണ്. സോ ടോൾ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ? ജീനോടൈപ്പ് എന്നുള്ളതാണ്. എന്താണ്? ജീനോടൈപ്പ്. അതിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ്. അപ്പൊ അത് ടോൾ ആണോ ഡോർഫ് ആണോ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഫീനോടൈപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ F1 കിട്ടിയിട്ടുള്ളൂ അല്ലെ? F2 വേണ്ടേ? F2 എന്താണ്? F1 ൽ എന്താണോ കിട്ടിയത് അതിനെ സെൽഫ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ചെയ്യുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി. രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവണം? അടുത്ത സ്റ്റെപ്പിൽ ഗാമേറ്റ് ഫോം ചെയ്യണം അല്ലെ? സോ മെയിലും ഫീമെയിൽ ഗാമേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാലേ നമുക്കറിയാം ഏതൊരു ജനറേഷൻ ഉണ്ടാവുന്നത്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ എന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സോ അടുത്ത സ്റ്റെപ്പ് ഗാമേറ്റ് ഫോർമേഷൻ ആണ്. സോ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇവിടെ കണ്ടോ? യെസ്, നമ്മുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ? യെസ്, ക്യാപിറ്റൽ ടി. അപ്പൊ എന്തൊക്കെയായിരിക്കും ഗാമേറ്റ് എന്ന് പറയുന്നത്? ഒരു ക്യാപിറ്റൽ ടിയും കിട്ടും, ഒരു സ്മോൾ ടിയും കിട്ടും. ഇവിടെ അതന്നെയല്ലേ എഴുതിയത്? ഒരു ക്യാപിറ്റൽ ടിയും കിട്ടി, ഒരു സ്മോൾ ടിയും കിട്ടി. അടുത്ത പാരന്റ് എന്താ? ഇതേപോലെ തന്നെയാണ്. സോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? യെസ്, ഗാമേറ്റ് എഴുതാന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ടിയും കിട്ടും, ഒരു സ്മോൾ ടിയും കിട്ടും. കണ്ടോ? ഒരു ക്യാപിറ്റൽ ടിയും കിട്ടും, ഒരു സ്മോൾ ടിയും കിട്ടും. ഫൈൻ. യെസ്, അപ്പൊ ഗാമേറ്റുകൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യിപ്പിക്കണം. സോ ഫ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതെന്താ? ഫസ്റ്റ് ഗാമേറ്റ് അല്ലെ? അപ്പൊ നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്യണം. കാരണം ഇതൊരു പാരന്റ് ആണ്, ഇതൊരു പാരന്റ് ആണ്. ഓക്കെ, അപ്പം ഈ പാരന്റ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ആണ് ഉദ്ദേശിക്കുന്നത്. മെയിലും ഫീമെയിലും കമ്പൈൻ ചെയ്തിട്ടല്ലേ? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കമ്പൈൻ ചെയ്തിട്ടല്ലേ അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നത്? യെസ്. അപ്പം ഇതിലെ ഒരു ഗാമേറ്റ് അല്ലെ? ഈ ഒരു ഗാമേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പാരന്റിലെ ഈ ഒരു പോസിബിലിറ്റി നോക്കണം, ഈ ഒരു പോസിബിലിറ്റി നോക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാ? ഈ ഒരു ഗാമേറ്റും ഈ ഒരു ഗാമേറ്റും നോക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. കൃത്യമായിട്ട് നോക്കുക, ഈ ഒരു ഗാമേറ്റും ഈ ഒരു ഗാമേറ്റും ആണ്. സോ രണ്ട് ക്യാപിറ്റൽ ടി. ഫൈൻ. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പോസിബിലിറ്റിയും അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ അതല്ലേ അതർ പാരന്റ്സിന് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ? അപ്പം ഈ ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? യെസ്, അപ്പൊ എന്ത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഫൈൻ. ഈ ഒരു പാരന്റ് ഇതൊരു പാരന്റ് ആണ്, ഇതൊരു പാരന്റ് ആണ്, എപ്പോഴും മനസ്സിൽ വെക്കണേ. സോ ഇവിടെ എന്താണ്? സ്മോൾ ടി. ഇത് സ്മോൾ ടി. ഈ ഒരു ക്യാരക്ടർ നോക്കണം. അപ്പൊ എന്ത് കിട്ടുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? ഇതാണ് കോമ്പിനേഷൻ. ഇതെന്താ? ക്യാപിറ്റൽ ടി ആണ്, ഇവിടെ സ്മോൾ ടി. അപ്പൊ എപ്പോഴും ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ദെൻ ഇങ്ങനെ വരുമ്പോൾ സ്മോൾ ടി. ഫൈൻ. ഇതാണ് ഇവരെ ജീനോടൈപ്പ്, ദാറ്റ് ഈസ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി എങ്ങനെയാണ് ഇവർ എന്താണ് ഔട്ട്കം, ഇവർ ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കണ്ടേ? യെസ്, നമുക്ക് നോക്കാം. ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? രണ്ട് ക്യാപിറ്റൽ ടി കിട്ടിയപ്പോ ടോൾ ആണ് വരുന്നത്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ? സോ ഇവിടെ എന്താണ്? ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്. സോ അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം, ഇവരും ടോൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, അപ്പം ഇവരും ടോൾ ആയിരിക്കും. രണ്ട് സ്മോൾ ടി ആണെന്നുണ്ടെങ്കിൽ ഇവരെന്താ? ഡോർഫ് ആണ്. കണ്ടോ? നമ്മൾ സ്മോൾ ടി ആരെ എടുത്തിട്ടുള്ളത്? ഡോർഫിനിൽ എടുത്ത്. അപ്പൊ രണ്ട് സ്മോൾ ടി ആണെങ്കിൽ അവര് ഡോർഫ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടല്ലേ? ഇപ്പൊ പ്ലാന്റ് ഹൈറ്റ് ആണ് എടുത്ത്, ഇനി ഫ്ലവർ കളറോ പോട്ട് കളറോ എല്ലാ കോമ്പിനേഷൻ എടുത്ത് നോക്കുന്ന സമയത്തും ഈ ടൈപ്പ് ഓഫ് ഇതിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെന്റലിന് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി എന്താ? ഇനി എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അല്ലെ, ഫസ്റ്റത്തെ ജനറേഷൻ F1 ൽ എന്തായിരിക്കും? ഏതാണോ അതിന്റെ ഡോമിനി, അതായത് നമുക്ക് F1 ൽ എന്താ? ടോൾ അല്ലേ കിട്ടിയത്? അപ്പൊ അദ്ദേഹത്തിന് ഒരു മനസ്സിലായി അല്ലെ, ഒരു ക്യാരക്ടർ ഇതിൽ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി എപ്പോഴും എന്താണ്? ഒരു ജനറേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ഡോമിനേറ്റ് ചെയ്യുന്നു അതർ വൺ. അപ്പൊ ഇവിടെ ടോൾ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ടോളിനെ നമ്മൾ എന്ത് വിളിക്കാം? ഇതിലല്ലേ പ്ലാന്റ് ഹൈറ്റിലെ ഡോമിനന്റ് ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ മെന്റലിന് എന്ത് കിട്ടിയത്? ഡോമിനന്റ് ക്യാരക്ടറും അതേപോലെ തന്നെ റിസസീവ് ക്യാരക്ടർ. അപ്പൊ നോട്ട് ചെയ്യുക, ഡോമിനന്റ് ക്യാരക്ടർ ആൻഡ് റിസസീവ്
recessive character. Okay. അപ്പൊ ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ F1 ഏതാണോ ക്യാരക്ടർ കിട്ടുന്നത് അതായിരിക്കും ഡോമിനേറ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ടോളും ഡോർഫും എടുത്ത സമയത്ത് ടോൾ കിട്ടി. അപ്പൊ അതിനർത്ഥം എന്താ? യെസ്, ടോൾ ഈസ് ഡോമിനേറ്റഡ് എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടുത്തെ എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ? ടോൾ ആണ്. അടുത്ത ജനറൽ അപ്പൊ നമുക്ക് F1 എന്ത് ചെയ്യൂല? ആ ഒരു റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടൂല. അതെന്ത് ചെയ്യണം? നെക്സ്റ്റ് ജനറേഷൻ അല്ലെ F2 വരുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? റീഅപ്പിയർ ചെയ്യുന്നു. റീഅപ്പിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? യെസ്, വേറൊരു പ്രൊപ്പോർഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൊപ്പോർഷനാല് എത്രയാണ്? ടോൾ. ഇവിടെ എത്ര ടോൾ കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര ഡോർഫ് കിട്ടിയിട്ടുണ്ട്? യെസ്, ഡോർഫ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മുടെ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ഫൈൻ. ഇതാണ് നമ്മുടെ മെന്റൽ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഡോമിനന്റ് എന്താണ്, റിസസീവ് എന്താണ്, ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണ്, F1 എന്താണ്, F2 എന്താണ്. ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലതായിട്ടുള്ള അതേ എക്സാമ്പിൾസും തരാം, അല്ലാത്ത എക്സാമ്പിൾസും തരാം. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ക്രോസുകൾ എഴുതാം. അതേപോലെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യെസ്, ഒരു ക്യാരക്ടറിന് എപ്പോഴും എന്താണ്? 2 ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ കൊടുത്തിരുന്നത്? അതിനെയാണ് നമ്മൾ എന്താ? അല്ലീൽ എന്ന് പറയുന്നത്. സോ അല്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, നമ്മൾ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? 2 അല്ലീൽസ് ആയിരിക്കും. ആ അല്ലീൽസിൽ ഒന്ന് ഡോമിനേറ്റ് ആയിരിക്കും, ഒന്ന് റിസസീവ് ആയിരിക്കും ഇൻ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. കണ്ടോ? ഇത് ഡോമിനന്റ്, ഇത് റിസസീവ്. ഓക്കെ. യെസ്, അപ്പൊ ഒരു ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ എപ്പോഴും എന്താണ്? 2 അല്ലീലുമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഒബ്സർവബിൾ ക്യാരക്ടറിനെ ഫീനോടൈപ്പ് എന്ന് പറയും. ആൻഡ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ എന്താ? ജീനോടൈപ്പ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് അല്ലെ? ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്തു. എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഇങ്ങനെ റിസൾട്ട് ആയി. ഫസ്റ്റ് ജനറേഷൻ ഒരു ക്യാരക്ടറെ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ ഏതാണോ നമ്മൾ എടുത്തിരുന്ന അത് പാരന്റിന്റെ കോമ്പിനേഷനും കൂടെ വന്നു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ലെങ്കിൽ ഇവിടുന്ന് അല്ലെ ഫസ്റ്റ് അതിന്ന് ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ആണ് ഇവിടെ പറയുന്നത്. ലോ ഓഫ് എ സെഗ്രിഗേഷൻ എന്നുള്ളത്. ലോ സെഗ്രിഗേഷൻ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഈ പറയുന്നല്ലേ നമ്മളൊരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 അല്ലീൽസ് ഉണ്ട്. സോ ഈ അല്ലീൽസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ സെപ്പറേറ്റ് ചെയ്തിട്ട് 2 ഗ്യാമേറ്റുകൾ ഇവിടെ 2 ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെയും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അങ്ങനെ 2 സെഗ്രിഗേറ്റ് ചെയ്യുന്നു. സോ ലോ ഓഫ് സെഗ്രിഗേഷൻ. അതുകൊണ്ടല്ലേ നമുക്ക് ഈ ഒരു കോമ്പിനേഷനും ഈ ഒരു കോമ്പിനേഷൻ ഇതിനെ നമ്മൾ ഹെറ്ററോസൈഗോട്ട് എന്നാണ് പറയുക. കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരേ ടൈപ്പ് അല്ലല്ലോ, 2 ടൈപ്പ് ഉണ്ട് അല്ലെ. സോ ദിസ് ഈസ് ദ ഹെറ്ററോഗ്യാമേറ്റ്. ഇതെന്താണ്? ഹോമോഗ്യാമേറ്റ്. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്താ? ലോ ഓഫ് സെഗ്രിഗേഷൻ സംഭവിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു ഫസ്റ്റ് ജനറേഷനിലേക്ക് അല്ലെ നമ്മുടെ അല്ലെങ്കിൽ പാരന്റ് ആയിട്ട് എടുത്ത ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അതായത് F2 റീഅപ്പിയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. ഫൈൻ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. സോ മെന്റൽ അടുത്തത് എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ഒരു ക്യാരക്ടറല്ലേ നമ്മൾ മെന്റൽ എടുത്തത്. സോ 2 ക്യാരക്ടർ എടുത്തു. അതിനെ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഫൈൻ. യെസ്. അപ്പൊ ഡൈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ നോക്കാം. ടോളും റൗണ്ടും ആണ് അല്ലെ. ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു പ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ. പ്ലാന്റ് ഹൈറ്റിൽ ഇവിടെ എടുത്തിട്ടുള്ളത് ടോളും എടുത്തിട്ടുണ്ട്. ആൻഡ് അതർ ക്യാരക്ടർ എന്താ? ഡോർഫ്. ഫൈൻ. അടുത്ത ക്യാരക്ടർ എന്താണ്? റൗണ്ട് അല്ലെ. സീഡിന്റെ എന്താ? ഷേപ്പ് ആണ്. സോ സീഡിന്റെ ഷേപ്പിൽ എന്തൊക്കെയാ എടുത്തിട്ടുള്ളത്? റൗണ്ടും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിങ്കിൾഡ്. ഫൈൻ. യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കൺസിഡർ ചെയ്യുന്ന 2 ക്യാരക്ടർ ആണ് സീഡ് ഷേപ്പും പ്ലാന്റ് ഹൈറ്റും. ആ രണ്ടിന്റെയും എന്ത് ചെയ്യും? കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ എപ്പോഴും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 2 അല്ലീൽസ് ആണ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നോക്കാം. ഇവിടെ ടോൾ ആൻഡ് റൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. ടോൾ അപ്പൊ ക്യാപിറ്റൽ ടി ഇത് പ്ലാന്റ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ആർ ഇതെന്താണ്? സീഡ് ഷേപ്പിന്. അപ്പൊ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 2 ക്യാരക്ടർ ആവുന്നത്. ഓക്കെ. യെസ്. അടുത്തത് എന്താ? യെസ്. ഇതിന് നേരെ റിസസീവ് ആയുള്ള കണ്ടീഷൻ ആണ് എടുക്കുക. അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുക. സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ. യെസ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഗ്യാമേറ്റ് ഫോർമേഷൻ ആണ്. ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അല്ലെ. യെസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് അല്ലെ ഇതൊരു ടൈപ്പും ഇതൊരു ടൈപ്പും അല്ലെ, അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് ആദ്യത്തെ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി കിട്ടി. ഇവിടുന്ന് ക്യാപിറ്റൽ ആറും കിട്ടി. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. ഇവിടെ എന്ത് കിട്ടി? സ്മോൾ ടി കിട്ടി, സ്മോൾ ആർ കിട്ടി. ഇതാണ് 2 ഗ്യാമേറ്റ്സ് എന്നുള്ളത്. സോ ഇവര് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആണ്. ഇവിടെ എന്തൊക്കെയാണോ ആ ഒരു ജീനോടൈപ്പ് ഉള്ളത് അതുപോലെ എഴുതിയാൽ മതി. സോ ഇവിടെ എന്താ? ക്യാപിറ്റൽ ടി ഉണ്ട്. അതിന്റെ ആൾട്ടർനേറ്റീവ് എഴുതാം. ദാറ്റ് ഈസ് സ്മോൾ ടി. ക്യാപിറ്റൽ ആർ എഴുതാം, സ്മോൾ ആർ എഴുതാം.
Okay, this is the genotype. ഇതെന്താണ്? Genotype ആണ്. Fine. Genotype ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കടാ. Yes. എന്തായിരിക്കും അതിന്റെ phenotype എന്നുള്ളത്? Yes, നമ്മൾ പറഞ്ഞു അല്ലേ, capital T അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് dominate ചെയ്യുന്നു, ഒന്ന് resist ചെയ്യും. അപ്പൊ ഇവിടെ dominate ഏതാണ്? Yes, tall എന്ന് പറയുന്ന character ആണ്. അപ്പൊ tall ഉം and ഇവിടെ പിന്നെ എന്താ വന്നിട്ടുള്ളത്? capital R വന്നിട്ടുണ്ട് അല്ലേ? capital R ആരെ എടുത്തിട്ടുണ്ടായിരുന്നത്? round നെയല്ലേ. So tall and round ആയിരിക്കും നമ്മുടെ phenotype എന്ന് പറയുന്നത്. Fine. നമുക്കിപ്പോ F1 അല്ലേ കിട്ടിയിട്ടുള്ളൂ, F2 വേണ്ട. അപ്പം ഇത് F1 ആണ്. F2 എങ്ങനെ കിട്ടുക? ആ കിട്ടിയിട്ടുള്ള F1 നെ സെൽഫ് ചെയ്യണം. സോ സെൽഫ് ചെയ്യുമ്പോൾ എന്താ? സെയിം ജീനോടൈപ്പുകൾ തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആരൊക്കെയുള്ളത്? ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r ക്രോസ് ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r. ഓക്കെ, യെസ്. ഇവരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗാമേറ്റ് ഫോം ചെയ്യണം അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കിവിടെ ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പ്രകാരം അല്ലെ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രകാരം ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ടൈപ്പ് അല്ലെ. ഫസ്റ്റ് നമ്മുടെ മോണോ ഹൈബ്രിഡിൽ നമുക്ക് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കിട്ടാൻ കാരണം. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ലോ സെഗ്രിഗേഷൻ പ്രകാരം ഓരോ അല്ലീൽസ് തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ചെയ്തപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് നമ്മുടെ ഒരു പെയർ എന്നുള്ളത്, ഇതാണ് അനദർ പെയർ. ഓക്കെ, സോ ഇതിലെ ഈ ഒരു പെയർ തമ്മിലും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലീൽ തമ്മിലും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കോമ്പിനേഷനും പോസിബിൾ ആണ്. ഫൈൻ. അപ്പൊ നമുക്ക് വരും, യെസ്, ഫസ്റ്റ് ഇതിലെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്, കാരണം ഇതിലെ ഇതാണ് ഒരു പെയർ, ഇതിലെ ആദ്യത്തെ ഒരു ടൈപ്പ് ക്യാപിറ്റൽ ടി. ഓക്കെ, യെസ്, അത് ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത എന്താ പറയുക ക്യാരക്ടറുമായിട്ട്. അപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അടുത്തത് എന്താണ്? ഇവിടുത്തെ ഈ ഒരു ക്യാപിറ്റൽ ടിയും ഇതേ ഈ ഒരു സ്മോൾ ആറും തമ്മിൽ. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അടുത്ത കോമ്പിനേഷൻ എങ്ങനെ വരും? ഈ ഒരു സ്മോൾ ടി ആണ് വരിക. സോ സ്മോൾ ടിയും വരും, ഈ ഒരു ക്യാപിറ്റൽ ആറും വരും, ക്യാപിറ്റൽ ആർ. പിന്നെ എന്ത് വരും? സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ എന്ന് പറയുന്ന 4 ഗാമേറ്റുകളാണ് നമുക്ക് ഈ ഒരു പാരന്റിൽ നിന്ന് കിട്ടുക. സോ ഈ പാരന്റിൽ നിന്നും 4 ഗാമേറ്റ് കിട്ടും. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു പുന്നറ്റ് സ്ക്വയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇതാണ് ഈ ഒരു പുന്നറ്റ് സ്ക്വയർ. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 4 ഗാമേറ്റുകൾ നമ്മൾ മുകളിൽ എഴുതാം, 4 ഗാമേറ്റുകൾ താഴെ എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോളമും ഫില്ല് ചെയ്യണം. എങ്ങനെയാ ഫില്ല് ചെയ്തിരുന്നത്? യെസ്, നമുക്കറിയാം ഇവിടെ നമ്മൾ ഓരോ ടൈപ്പിലായിരുന്നു, കാരണം നമ്മുടെ പാരന്റ്സിന് കിട്ടുന്ന ഗാമേറ്റുകൾ രണ്ട് സൈഡിലും സെയിം ആണ്. സോ രണ്ട് സൈഡിലും സെയിം ടൈപ്പ് ഓഫ് ഗാമേറ്റുകളാണ് വരിക. അപ്പം ഫസ്റ്റ് കോളത്തിൽ എങ്ങനെ വന്നിട്ടുണ്ട്? യെസ്, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ അല്ല. അപ്പൊ ഒന്നുമില്ല, നേരെ എഴുതിയാൽ മതി. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന് എഴുതുക. യെസ്, അതേ കോളത്തിൽ എങ്ങനെ വരും? ഇതും ഇതും അല്ലേ വരിക. അപ്പൊ എങ്ങനെയാണ് വരിക? യെസ്, ക്യാപിറ്റൽ ടി ഇവിടെ ഉണ്ട്, അത് ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്. കണ്ടോ, ഇവിടെ സ്മോൾ ആർ ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്. അതാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ദെൻ രണ്ട് ക്യാപിറ്റൽ ടി. അതർ എങ്ങനെ വരും? അത് അല്ലെ, ഈ ഒരു കോളത്തിൽ ഇതും ഇതും ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് കൃത്യമായിട്ട് എഴുതി നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഏരിയ ആണ്. അപ്പം ഇവിടെ എങ്ങനെ വരും? ക്യാപിറ്റൽ ടി വരും, ഇവിടെ ഒരു സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. കണ്ടോ, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ ടി ആണ്, ഇവിടെ സ്മോൾ ടി. അപ്പൊ ഇങ്ങനെ ഒന്നുമില്ല, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ രണ്ട് ഗാമേറ്റുകളും ഒരുമിച്ച് അതിന്റെ ജീനോടൈപ്പ് എന്താണോ എന്ന് എഴുതാം. അതിൽ ആദ്യം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, പിന്നെ സ്മോൾ ലെറ്റർ എഴുതാം, പിന്നെ അടുത്ത ക്യാരക്ടേഴ്സിന്റെ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, പിന്നെ അടുത്ത ലെറ്റർ എഴുതാം. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ വന്നേ? യെസ്, ഫസ്റ്റ് പ്ലാൻ ഹൈറ്റിന്റെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ടി ആണ് ആദ്യം എഴുതേണ്ടത്. സോ ക്യാപിറ്റൽ ടി, പിന്നെ അതിന്റെ സ്മോൾ ലെറ്റർ എഴുതണം, ദാറ്റ് ഈസ് സ്മോൾ ടി. പിന്നെ അടുത്ത ക്യാരക്ടർ ആണ് എഴുതേണ്ടത്, അത് ആറാണ്. ഇവിടെ രണ്ട് ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ സ്ക്വയർ വരച്ചു നോക്കിയിട്ട് എല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, കിട്ടും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വരിക. എന്തൊക്കെയാണ്? യെസ്, ഈ പറഞ്ഞ പോലെ 16 കോമ്പിനേഷൻ അല്ലെങ്കിൽ 16 പ്രോജനീസ് നമുക്ക് കിട്ടും. ഓക്കെ, ജീനോടൈപ്പ് ആണ്. യെസ്, അപ്പൊ എന്താണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ആൻഡ് ലാസ്റ്റ് കേസ് ഒന്നും കൂടെ നോക്കാം അല്ലെ. ഈ ഒരു കോളത്തിൽ എങ്ങനെ വരിക? ഈ ഒരു കെറ്റിലും ഇതുമാണ് വരിക. അപ്പൊ എങ്ങനെ വരും? യെസ്, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ആർ അല്ലെ. ഈ ഒരു ഗാമേറ്റും ഈ ഒരു ഗാമേറ്റും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഒന്നുമില്ല, ഏതാണോ ഗാമേറ്റ് അതിനെല്ലാം ഒരുമിച്ച് എഴുതിയാൽ മതി. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. ഓക്കെ, അതാണ് ജീനോടൈപ്പ്. കൃത്യമായിട്ട് ജീനോടൈപ്പ് നിങ്ങൾ എഴുതി നോക്കുക.
ഇനി നമുക്ക് അതിന്റെ ഫീനോടൈപ്പ് പറയണ്ടേ? യെസ്, ഫീനോടൈപ്പ് പറയണമെന്നുണ്ടെങ്കിൽ എന്താ? യെസ്, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് അല്ലെങ്കിൽ ആ പറയുന്ന ഡോമിനൻസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഇത് നോക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ അല്ലെ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോമിനൻസ് അല്ലെ, ഈ ഒരു ക്യാരക്ടറിൽ ആരാണ്? ക്യാപിറ്റൽ ടി ഉണ്ട്. ക്യാപിറ്റൽ ടി ആരായിരുന്നു? ടോൾ എന്ന് പറയുന്ന ലെറ്റർ അല്ലെ? പിന്നെ ഒന്നും നോക്കണ്ട, ടോള്. ഇവിടെ ക്യാപിറ്റൽ ആർ അല്ലെ? ഇവിടെ എന്താ? ക്യാപിറ്റൽ ആർ വന്നിട്ടുണ്ട്. നോക്കണ്ട, ഏതാ ലെറ്റർ? ഏതാ നമ്മുടെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത്? റൗണ്ട് ആണ്. സോ ഇവിടെ റൗണ്ട് വരുന്നു. അടുത്ത നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ ടി അല്ലെ? ഡെഫിനറ്റ്ലി അതാരാണ്? ടോൾ ആണ്. കാരണം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഡോമിനന്റ് ക്യാരക്ടർ ആണ്. അത് പിന്നെ റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യൂല. ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു അല്ലെ? ഇവിടെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ആർ വന്നത് കാരണം എന്ത് ചെയ്തു? അവര് ഡോമിനേറ്റ് ചെയ്തു ഈ കുഞ്ഞാറിനെ. അപ്പൊ എന്ത് ചെയ്തു? ആർ ആരെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിന്? റൗണ്ട് എന്ന് പറയുന്നല്ലേ? അപ്പൊ റൗണ്ട് ആയിരിക്കും ഫീനോടൈപ്പ്. ഓക്കെ, ഇതൊന്ന് നോക്കാം. ഇവിടെ എന്താ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ അല്ലെ? യെസ്, സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ രണ്ടും റെസസീവ് കണ്ടീഷൻ ആണ്. രണ്ടും റെസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർഫ് ആണ്. ഫൈൻ അല്ലേ? കാരണം എന്താ? രണ്ട് റെസസീവ് നമ്മൾ ഡോർഫ് അവിടെ എടുത്തത്. ഫൈൻ. യെസ്. അടുത്തത് എന്താ? ക്യാപിറ്റൽ ആർ രണ്ട് ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ അതെന്താ? ഡെഫിനറ്റ്ലി റൗണ്ട്. കാരണം ആറ് വന്നിട്ടുണ്ട്, റൗണ്ട് ആണ്. ഇത് നോക്കിയാലോ, ഇവിടെ എന്താ? സ്മോൾ ടി ആണ്, ഡോർഫ് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലെ? ഇങ്ങനെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്യാപിറ്റൽ ആർ ഉണ്ട്. ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ അത് ഡോമിനന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആർ എന്ന് പറഞ്ഞത് ആരെ എടുത്തത്? റൗണ്ടിനെയാണ് എടുത്തത്. സോ റൗണ്ട് ആയിരിക്കും. ഫൈൻ. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഫീനോടൈപ്പും നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ? ടോൾ റൗണ്ട്, അതേപോലെ തന്നെ ടോൾ റിങ്കിൾഡ്, അതുപോലെ ഡോർഫ് റൗണ്ടും ഡോർഫ് റിങ്കിൾഡും. നമുക്കൊന്ന് എണ്ണി നോക്കാം. ടോൾ റൗണ്ട് എന്ന് പറയുന്നത് എത്ര? 1 2 3 4 5 6 7 8 9. സോ 9 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത ടോൾ റിങ്കിൾഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ എണ്ണ. സോ 1 2 3. സോ എത്ര കിട്ടി? 3 കിട്ടി. ഫൈൻ. അടുത്തതാണ് ടോൾ റൗണ്ട് എന്ന് പറയുന്നത്. അത് 3 എണ്ണാണ് ഉള്ളത്. സോ 3 അല്ലേ? യെസ്, 3. ഫൈൻ. ഡോർഫ് റിങ്കിൾഡ് എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ടേബിൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്ത് എണ്ണി നോക്കുക. അപ്പൊ നമുക്ക് 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് കിട്ടുക. ഓക്കെ, F2 ജനറേഷന്റെ ഫീനോടിപ്പിക് റേഷ്യോ ആണ് 9:3:1 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സ് കറക്റ്റ് ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈൻ. അപ്പം ഏത് എക്സ്പെരിമെന്റ് എടുത്ത് അല്ലെങ്കിൽ ഏത് ക്യാരക്ടർ കൺസിഡർ ചെയ്ത് ചെയ്തു കഴിഞ്ഞാലും റേഷ്യോ സെയിം ആയിരിക്കും 9:3:1 എന്നുള്ളത്. അപ്പം ഇവിടെ ഏതാണോ ക്യാരക്ടർ എടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫീനോടൈപ്പ് മാറും എന്നേ ഉള്ളൂ, റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടുന്ന് അല്ലെ നമ്മുടെ ഡൈഹൈബ്രിഡ് ക്ലോസ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താ? ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോ സെഗ്രിഗേഷൻ പറഞ്ഞു അല്ലെ? ലോ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ് ഒരു പെയർ എന്നുള്ളത്. സോ ആ ഒരു പെയറിലെ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് ഡൈഹൈബ്രിഡിന് ശേഷം മെൻഡൽ പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താ? യെസ്, ആൻഡ് ഇവിടെ ദാറ്റ് ഈസ് ഓരോ പെയേഴ്സ് തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സെപ്പറേഷൻസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റുകൾ അല്ലെ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ ആൻഡ് എന്താ? സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ എന്ന് പറയുന്ന ഈ 4 കോമ്പിനേഷൻസ് പോസിബിൾ ആയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ലോ സെഗ്രിഗേഷൻ നടക്കുന്നതുകൊണ്ട് ഒരു പെയർ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഓരോ പെയറിന്റെ ഇടയിലും സെപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള പോസ്റ്റുലേറ്റ്സ് മെൻഡൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നത്? വൺ ജനറേഷനിൽ നിന്ന് അതർ ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ചില ജനറേഷനിൽ നിന്ന് അപ്പൊ നമ്മൾ വിചാരിക്കാം നമുക്കൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിൽ നിന്ന് നമുക്കൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? യെസ്, അത് ആ പാരന്റിന്റെ എന്താണ്? ഡോമിനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാരന്റിന്റെ ഡോമിനേറ്റ് ക്യാരക്ടർ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ ചില ക്യാരക്ടർ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണേ? യെസ്, ആ ഒരു ക്യാരക്ടർ പാരന്റ്സിലുണ്ട്, നമുക്ക് കിട്ടിയില്ല. കാരണം എന്താ? യെസ്, ഈ ഒരു ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആവണം നമുക്ക് കിട്ടി. കാരണം ഈ ഒരു ലെറ്ററിന് എന്ത് ചെയ്തു? ഇവർ റിസസീവ് ആയിട്ട് വെച്ചു. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് ഈ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടുപിടിച്ചത്.
പക്ഷെ എല്ലാ കേസിലും എല്ലാ ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെയല്ല വൺ ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത്. സം ഡീവിയേഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ആ ഡീവിയേഷൻ പാറ്റേൺസ് ആണ് നോൺ മെന്റേലിയൻ. അത് മെന്റൽ പറഞ്ഞതിൽ നിന്ന് ഡീവിയേഷൻ, ദാറ്റ് ഈസ് നോൺ മെന്റേൽ. അപ്പൊ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലീലിസം, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും വൈറ്റും ഫ്ലവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒന്നെങ്കിൽ റെഡോ അല്ലെങ്കിൽ വൈറ്റോ ആണ് കിട്ടേണ്ടത്. പക്ഷെ അല്ല, ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയുള്ള ഒരു കളർ കിട്ടുക എന്നുള്ളതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, കോ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഒന്നെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ. ഇവിടെ എന്താ അതായത് ബോത്ത് അല്ലീൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോഡോ. ശ്രദ്ധിക്കുക, ബോത്ത് അല്ലീൽസ് എക്സ്പ്രസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യെസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ രണ്ട് അല്ലീലും കൂടെ എക്സ്പ്രസ് ചെയ്താൽ എങ്ങനെയിരിക്കും? നമ്മൾ മെന്റൽ എന്താ പറഞ്ഞേ, ഒന്നെങ്കിൽ ടോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡോർഫ് ആകും. പക്ഷെ രണ്ടും കൂടെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് കോഡോമിനന്റ്. മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് എപ്പോഴും ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ, രണ്ട് അല്ലീൽസുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കാറുള്ളൂ. ദാറ്റ് ഈസ് മീൻ രണ്ട് അല്ലീലുകളാണ്. പക്ഷേ മൾട്ടിപ്പിൾ അല്ലീലിസം പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആയുള്ള ക്യാരക്ടറിന് മോർ ദാൻ 2 എന്താ അല്ലീൽസുകൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമാണ്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിൽ IA, IB ആൻഡ് I എന്ന് പറയുന്ന 3 അല്ലീൽസുകൾ എക്സ്പ്രസ് ചെയ്തിട്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടുന്നത്. മനസ്സിലായി? ഇതൊന്നും മെന്റൽ പറഞ്ഞിട്ടില്ല അല്ലെ. മെന്റൽ 2 ഉണ്ടാവുള്ളൂ പറഞ്ഞു, 3 ഉണ്ടാവുന്നതാണ് മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മോർ ദാൻ 2 ഉണ്ടാവുന്നതാണ് മൾട്ടിപ്പിൾ അല്ലീലിസം. അടുത്തതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളിജെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ, അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു ജീനാണ് ആക്ച്വലി ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ മോർ ദാൻ 1 ജീൻ കൺട്രോൾ 1 ക്യാരക്ടർ എന്നുള്ളതാണ് നമ്മുടെ പോളിജെനിക്. മനസ്സിലാക്കുക, മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ ക്യാരക്ടർ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് വരുന്ന സ്കീം. അപ്പൊ വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മെന്റലിൽ നിന്ന് എന്തൊക്കെയാണ് ഇവിടെയുള്ള ഡീവിയേഷൻസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അത് നമുക്ക് പറയാനുള്ളത് ജെനിറ്റിക് അല്ലെ, എങ്ങനെയാണ് സം വാരിയേഷൻസ് ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 1 വാരിയേഷൻസ് കാരണം എന്താ, ഈ മെന്റൽ പറഞ്ഞുള്ള ഇൻഹെറിറ്റൻസും നോൺ മെന്റേലിയൻ ആയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ കൊണ്ടാണ്. ദെൻ അനദർ അല്ലെ, വീണ്ടും നമുക്ക് വാരിയേഷന് റീസൺ ആയിട്ടുള്ള ഒന്നാണ് ക്രോസിംഗ് ഓവർ എന്നുള്ളത്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ക്രോമസോമിലെ ജെനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യാണ്. ഇതാല്ലേ, ഇതൊരു ക്രോമസോം ആണ്, ഇത് വേറൊരു ക്രോമസോം ആണ്. കണ്ടോ, ഇതിലെ ഈ ഒരു ആം ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ക്രോസ് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്, യെസ്, ഈ കളറിലുള്ള റോസ് കളർ ആയിരുന്നു, അതിന് പകരം എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് കളർ വന്നു, യെസ്, അതർ ക്രോമസോമിലെ ഒരു മെറ്റീരിയൽ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് ഇവിടെ എന്ത് ചെയ്തു, ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൾട്ടർ ചെയ്തു. അപ്പൊ ഇതായിരിക്കും എന്ത് ചെയ്യുക, അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുക. അടുത്ത ജനറേഷനിലേക്ക് ഇത് കൊടുത്താൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഈ ക്യാരക്ടർ ആവോ ഉണ്ടാവുക, അല്ല വേറെ ക്യാരക്ടർ ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസിംഗ് ഓവർ എന്ന് പറയുക. സോ ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസിന്റെ സമയത്താണ്. മിയോസിസ് എപ്പോഴാണ് നടക്കുക, ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്താണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ഇവർ ക്രോസിംഗ് ഓവർ ചെയ്യുന്ന അവരുടെ കോണ്ടാക്ട് പോയിന്റിനെയാണ് കയാസ്മ എന്ന് പറയുന്നത്. അപ്പൊ പ്ലീസ് നോട്ട് ദീസ് ഫിഗർ തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോസസ് ഏതാണ്, ഇവിടെ ഉണ്ടാവുന്ന ഫിനോമിന എന്താണ്, ഈ ഒരു കയാസ്മ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫൈൻ, അടുത്തതാണ് അല്ലെ, ക്രോസിംഗ് ഓവർ ത്രൂ എന്ത് ചെയ്തു, ജെനറ്റിക് കോമ്പിനേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റീഅറേഞ്ച് ചെയ്ത് വേറെ കോമ്പിനേഷൻ വന്ന് അവിടെ എന്താവുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ വാരിയേഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ വാരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു മെക്കാനിസം ആണ് മ്യൂട്ടേഷൻ. നമുക്കറിയാം ബേസിക്കലി എന്താ, ഓരോ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്നല്ലേ, അഡിനിൻ, അതാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നൈട്രജൻ ബേസ്, അതാണ് ഇവിടെ കൊടുത്ത് ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ, തൈമിൻ. അപ്പൊ ഈ പറയുന്ന സീക്വൻസിൽ ചേഞ്ച് വരികയാണ്. കണ്ടോ, ഇവിടെ കണ്ടോ, 1 2 3 4 5 അല്ലെ. സോ 5ാമത്തെ പൊസിഷനിൽ ഇവിടെ തൈമിൻ അഡിനിൻ ആയിരുന്നു. സോ ഈ ഒരു തൈമിന് പകരം ഇവിടെ ആര് വന്നു, അഡിനിൻ വന്നു. സോ അഡിനിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൈമിൻ ആണ് വരിക. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തില്ലേ ഈ ഒരു സീക്വൻസിൽ. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയാം. അതിന്റെ റീസൺസ് പലതാവാം, UV റേഡിയേഷൻസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യാം, മ്യൂട്ടേഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സഡൻ ഇൻഹെറിറ്റബിൾ ആയുള്ള ചേഞ്ചസിനെയാണ് അല്ലെ സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച് ഇൻ എ ജെനറ്റിക്. ഇതാണ് നമ്മുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയുള്ള ഓർഡർ ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ. ഓക്കെ,
യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ ഒരു ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. പറഞ്ഞ പോലെ തന്നെ ബയോളജിയിൽ ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ ഫിഗേഴ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ആൻഡ് ഓൾസോ അതിന്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ റേസിന്റെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സസൈസുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70% സ്കോളർഷിപ്പോട് കൂടി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പെട്ടെന്നാവട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്.